നമ്മളിപ്പോൾ നിൽക്കുന്നത് ആ സ്ഫോടനം നടന്ന മറ്റേ വെടിമരുന്ന് ശാലയ്ക്ക് സമീപം ഉള്ള ഒരു വീട്ടിലാണ് നിൽക്കുന്നത്. ആ വീടിൻ്റെ ഇന്നലത്തെ ആ സ്ഫോടനത്തിൻ്റെ ഉഗ്ര സ്ഫോടനത്തിൽ ഈ സമീപത്തെ ഒരുപാട് വീടുകൾക്കാണ് നാശനഷ്ടം സംഭവിച്ചിരിക്കുന്നത്. കണ്ടോ, ഈ ജനൽ തന്നെ തകർന്നിരിക്കുന്നു. ഇന്നലത്തെ ആ ഉഗ്ര സ്ഫോടനത്തിൻ്റെ ആ ഒരു കുലുക്കത്തിൽ ഈ ഒട്ടേറെ വീടുകൾക്കാണ്, ഇതിൻ്റെ സമീപത്തെ വീടുകൾക്കാണ് നാശം സംഭവിച്ചിട്ടുള്ളത്. അതിൻ്റെ ഒരു നടുക്കത്തിലുമാണ് ഈ പരിസരവാസികളും. കാരണം മണിക്കൂറോളം നീണ്ടു നിന്ന ആ ഒരു സ്ഫോടനം ഇവരെ എല്ലാവരെയും ഭയാശങ്കയിലാക്കിയിരിക്കുന്നു. കണ്ടോ, ഒരുപാട് ഈ ജനലിലൊക്കെ പൂർണ്ണമായും ഇതിൻ്റെ ഗ്ലാസ് എല്ലാം പോയിരിക്കുന്നു. ഈ ജനലിൻ്റെ ഒക്കെ ഗ്ലാസ് പോയിരിക്കുന്നു. ഇതെല്ലാം പുറമേക്ക് കാണാൻ കഴിയുന്ന ഒരു കേടുപാടുകളാണ്. അതോടൊപ്പം തന്നെ ഈ വീടിൻ്റെ ഒരു ബലക്ഷയം ഉണ്ടായിട്ടുണ്ടോ എന്നൊരു ആശങ്കയാണ് ഈ വീട്ടുകാർക്ക്, ഈ പരിസരത്തുള്ള വീട്ടുകാർക്കൊക്കെ ഉള്ളത്. കാരണം പലയിടത്തും വീടിനൊക്കെ വിള്ളൽ സംഭവിച്ചിട്ടുണ്ട് എന്നാണ് ഇവിടെയുള്ളവരൊക്കെ പറയുന്നത്. തന്നെയുമല്ല, ഈ സ്ഫോടനം ഉണ്ടായി ഇത്രയും സമയമായിട്ടും റവന്യൂ അധികാരികളോ ബന്ധപ്പെട്ട അധികാരികളോ ഒന്നും എന്തെങ്കിലും തരത്തിലുള്ള ഇവരെ കാണുന്നതിനോ ഇവരുടെ പരാതി കേൾക്കുന്നതിനോ തയ്യാറായിട്ടില്ല. നമ്മളിപ്പോൾ നിൽക്കുന്നത് ഈ സ്ഫോടനമുണ്ടായ ഈ മുണ്ടത്തിക്കോട് കൂടുംപാടത്തിന് സമീപത്തുള്ള നിഖിൽ എന്ന് പറയുന്ന ഒരു സഹോദരൻ്റെ വീട്ടിലാണ്. ഈ സഹോദരൻ്റെ വീടിൻ്റെ ഒരുപാട് ജനലാണ് ഇപ്പോൾ തകർന്നു പോയിട്ടുള്ളത്. ഈ വീടിൻ്റെ പുറവശത്ത് മറ്റ് സൈഡുകളിൽ വശങ്ങളിലൊക്കെ വീടിൻ്റെ ഗ്ലാസുകൾ പോയിട്ടുണ്ട്. സമീപത്തെ എല്ലാ വീടുകളിലെയും ജനൽ ഗ്ലാസുകളൊക്കെ പോയിട്ടുണ്ട്. ചേട്ടാ, ഇന്നലത്തെ ഒരു ദുരന്തത്തിലാണ് ഇത്തരത്തിലുള്ള നാശനഷ്ടം ഉണ്ടായത്? അതെ 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 അത്തരത്തിൽ തന്നെ ഉണ്ടായത്. ഞങ്ങൾ കിടക്കുകയായിരുന്നു. പെട്ടെന്നൊരു അപകട ശബ്ദം കേട്ടിട്ട് മകൾക്ക് ഇന്നലെ ഒരു അപകടം പറ്റി. ഇത് ഈ പൊട്ടിയ സമയത്ത് ആ ചില്ല് പൊട്ടിയപ്പോൾ ആ ചില്ല് മകളുടെ കാലുമ്മേ കയറി പൊട്ടിത്തെറിച്ച ഇതിൽ ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ജീവൻ രക്ഷപ്പെട്ട് ഓടുകയായിരുന്നു. കാരണം എന്തൊക്കെ മരുന്നുകളാണ് ഇവിടെ ഉള്ളതെന്ന് നമുക്കറിയില്ല. അത്രയും ഭയാനകമായ സൗണ്ടായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. ഞങ്ങളെല്ലാവരും ഇവിടുന്ന് ഓടി രക്ഷപ്പെടുകയാണ് ചെയ്തത്. പിന്നെ വീടിന് വിള്ളൽ ഇതൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഫ്രിഡ്ജ് ഞങ്ങളുടെ ചില്ലിൻ്റെ ടൈപ്പ് ഫ്രിഡ്ജാണ്. അപ്പോൾ ആ ചില്ലെല്ലാം തകർന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് നമുക്ക്. ഇത് സംബന്ധിച്ച് എന്തെങ്കിലും റവന്യൂ അധികാരികൾ ഇവിടെ വരിക അന്വേഷണം നടത്തുകയോ ചെയ്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെയ്ക്ക് ആരും വന്നിട്ടില്ല ഇവിടെ. തീർച്ചയായിട്ടും നിങ്ങൾക്കും ഇതിൻ്റെ ഒരു വലിയ മാനസികമായ പ്രയാസമുണ്ട്. അതിനോടൊപ്പം തന്നെ ഈ സാമ്പത്തികമായും വലിയ നഷ്ടമാണ് സംഭവിച്ചിരിക്കുന്നത്. അപ്പോൾ അതിനൊക്കെ ഒരു പരിഹാരം ഉണ്ടാക്കണ്ടേ? അത് ഗവൺമെൻറ്റാണ് തീരുമാനിക്കേണ്ടത്, നമ്മളല്ല. അവരുടെ ഉത്തരവാദിത്തമാണ് അത്. അവരെ തുടർ നടപടികളുമായിട്ട് മുന്നോട്ട് പോകും എന്ന് വിചാരിക്കുന്നു. അവർ വരുമെന്ന് വിചാരിക്കുന്നു. ഇത്തരത്തിലുള്ള ഈ വെടിക്കോപ്പ് നിർമ്മാണശാല ഇവിടെ ദീർഘകാലമായി പ്രവർത്തിക്കുന്നുണ്ടോ അവർ? ഞങ്ങൾ ഏകദേശം ഇവിടെ 2 വർഷം 1.5 വർഷം കഴിയുന്നുള്ളൂ നമ്മൾ ഈ വീട് വാങ്ങിച്ചിട്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾക്ക് പൂർണ്ണമായ ഒരു അറിവ് ഇതിനെക്കുറിച്ച് ഇല്ല. അവരെത്ര നാളായി, എന്താണ് അവിടെ ചെയ്യുന്നത് എന്നുള്ളത്. പണിക്കാരൊക്കെ ഇതിലാണ് പോയിക്കൊണ്ടിരുന്നത്? ഇതിലെ പോയിക്കൊണ്ടിരുന്നത് നമ്മൾ കാണാറുണ്ട്. അവരിങ്ങനെ പോണത് കാണാറുണ്ട്. പക്ഷെ എന്താണ് അവിടെ ഒരു ഭയാനകമായിട്ടുള്ള എന്താണ് ഉണ്ടാക്കിയിരുന്നത് അത് നമുക്ക് അറിയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് ആ ഭാഗത്തേക്ക് നമ്മൾ പോകാറില്ല. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയില്ല. പിന്നെ നമ്മൾ അധികം ഇവിടെ ആയിട്ടില്ല. ഞങ്ങൾ ഒരു 1.5 വർഷം ആയിട്ടുള്ളൂ ഇവിടെ നമ്മൾ താമസിക്കാൻ തുടങ്ങിയിട്ട്. പിന്നെ ഞാൻ വിദേശത്തായിരുന്നു ജോലി ഉണ്ടായിരുന്നത്. പിന്നെ ഞാനിവിടെ വന്നിട്ട് ഇവിടെ കുറച്ച് നാളെ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ പോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല. നമ്മൾ പിന്നെ ജോലി, വൈഫിന് ഇവിടെ മെഡിക്കൽ കോളേജിലെ ജോലി. അപ്പോൾ എല്ലാവരും ജോലി കഴിഞ്ഞ് വന്ന് വരുന്ന ആൾക്കാരാണ്. നമ്മൾ കൂടുതൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാൻ പോകാറില്ലേ. അപ്പൊ ഇങ്ങനെ ഏർപ്പെട്ടിരിക്കുന്നവർ ഇതിലെ പോവുകയും വരികയൊക്കെ ചെയ്യുന്ന കാണാറുണ്ട്. അവരിങ്ങനെ പോണ കാണാറുണ്ട്. ഒരു 10 പേര് പോണ കാണാറുണ്ട് നമ്മള്. പക്ഷെ ഇത്ര അധികം 40-50 പേരൊക്കെ അപകടം പറ്റിയെന്നുള്ളതാണ് ഇന്നലെയൊക്കെ പറഞ്ഞിരുന്നത്. പക്ഷെ നമ്മൾ കാണാറില്ല. ചിലപ്പോൾ വണ്ടികളിലോ മറ്റോ ഏതിലെങ്കിലൊക്കെ വാഹനങ്ങളിൽ പോകുന്നുണ്ടായിരിക്കും ആൾക്കാർ. പക്ഷെ നമ്മൾക്ക് ഭയങ്കരമായിട്ടുള്ള നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. ഒരു കുലുക്കം പോലെയായിരുന്നു, ഭൂമി കുലുക്കം. അതെ, ഭൂമി കുലുക്കം പോലെയാണ് ഇത് ഉണ്ടായത്. ഞങ്ങള് മകളേനെ എടുത്ത് പോവാൻ നോക്കുമ്പോൾ ഇവിടെ നിറച്ച് ചോരയായിരുന്നു. മോളുടെ കാലിലെ ചില്ല് അത്രയും ഫോഴ്സിൽ വന്നടിച്ചപ്പോൾ കയറി കാലും. അപ്പൊ അങ്ങനെ ഞങ്ങള് നോക്കുമ്പോ ചോരയായിട്ട് ഞങ്ങൾ മക്കളേനൊക്കെ എടുത്ത് ഞങ്ങൾ ഓടി. കാരണം നമുക്ക് ഇത് എന്താ അടുത്തത് സംഭവിക്കണേന്ന് അറിയില്ലല്ലോ. വീടൊക്കെ ഇങ്ങനെ ജെർക്കിങ് ആയിരുന്നു. ജെർക്കിങ് ഭയങ്കര ഭൂമി കുലുക്കം പോലെ ആയിരുന്നു. അപ്പൊ നമ്മള് എങ്ങനെയെങ്കിലും ജീവൻ രക്ഷിക്കാന്നുള്ളതിലാണ് നമ്മളെല്ലാരും ഓടണത്. അപ്പൊ അവിടുന്ന് ഒരു ചേട്ടൻ ഉണ്ടായിരുന്നു ഞങ്ങളുടെ കൂട്ടത്തില്. പാടത്തൂടെ വന്ന ആ ചേട്ടൻ ഞങ്ങളുടെ കൂടെ ഓടുണ്ടായിരുന്നു. കാരണം നമുക്കറിയില്ല അടുത്തത് എന്ത് എന്നുള്ളതാണ്. അപ്പൊ ഞങ്ങളെല്ലാരും രക്ഷപ്പെട്ട് ഓടി. ജീവനും കൊണ്ട് ഓടുക നമ്മൾ പറഞ്ഞു കേട്ടിട്ടില്ല. അതേപോലെ നമ്മൾ ഓടി. വേറെ രക്ഷയില്ല. എന്ത് ചെയ്യുന്നത്? പിന്നീടാണ് അറിയുന്നത് ഇത്തരത്തിലുള്ള സ്ഫോടനമായിരുന്നു എന്നല്ലേ? അല്ല, അത് നമ്മളിങ്ങനെ അവിടെ വീടെത്തിയപ്പോ നമുക്ക് മനസ്സിലായി അവിടെ നിന്ന് തന്നെയാണ് സ്ഫോടനം നടന്നുകൊണ്ടിരിക്കണേന്ന്. നമ്മള് മണിക്കൂറുകൾ നീണ്ടു നിന്നോ? ഒരു 20 മിനിറ്റോളം പൊട്ടിയിട്ടുണ്ട്. ഞങ്ങള് പോയിട്ട് 20 മിനിറ്റ് പൊട്ടിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു.
ഭയങ്കരമായ സൗണ്ടായിരുന്നു. ഭയങ്കര പുകയുണ്ടായിരുന്നു. ആ, പുക കുറവായിരുന്നു, പക്ഷെ സൗണ്ട് ഭയങ്കരമായിരുന്നു. പുക ആ സൈഡിലല്ല, നമ്മൾ അങ്ങോട്ട് കയറിപ്പോയി കുറച്ച്. നമുക്ക് നമ്മുടെ സേഫ്റ്റി നോക്കണമല്ലോ. പിന്നെ ബഹുമാനപ്പെട്ട ആൾക്കാരാണ് അതൊക്കെ ഇതിന് സേഫ്റ്റി അതോറിറ്റിയും ഇതെല്ലാം കൊടുക്കുന്നത്. അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യേണ്ടതാണ്. നമുക്കുണ്ടായിരിക്കുന്ന വലിയ നഷ്ടമാണ്. നമുക്കുണ്ടായത് നഷ്ടം തന്നെയാണ്. ഈ ജനലിൽ മാത്രമല്ല ഈ വിള്ളല് എല്ലാ സൈഡിലും ഉണ്ട്. ഞങ്ങളുടെ അകത്തും വിള്ളലുണ്ട്. ഞങ്ങളുടെ ബാക്കിയുള്ള സാധനങ്ങളെല്ലാം എന്തായിരുന്നു നമുക്കറിയില്ല. ഗ്യാസൊക്കെ നമ്മൾ ഇപ്പോൾ പ്രവർത്തിപ്പിക്കാൻ തുടങ്ങിയിട്ടുള്ളൂ. നമുക്ക് ഭക്ഷണം വെച്ച് കഴിക്കണമല്ലോ. അപ്പൊ അതുകൊണ്ട് വീടിന് മൊത്തത്തിലൊരു ബലക്ഷയം സംഭവിച്ചിട്ടുണ്ട്. ഉണ്ട് അതുണ്ട്. ബലക്ഷയം എന്തായാലും സംഭവിച്ചിട്ടുണ്ട്. അത് കാരണം വെച്ചാൽ നമുക്ക് നോക്കി അറിയാൻ പറ്റും. ഞാൻ അകത്തേക്ക് വരെ ഞാൻ കാണിച്ചു തരാം. ഇവിടെ ഇത് കണ്ട വിള്ളല് കണ്ട, വിണ്ടുപൊട്ടി വേണം കണ്ട. അതേപോലെ എല്ലാ ഭാഗത്തും സംഭവിച്ചിട്ടുണ്ട്. അത്രയും രൂക്ഷമായ സൗണ്ടിലാണ് ഇത് ഉണ്ടായിരുന്നത്. പിന്നെ പുറത്ത് കണ്ടില്ലേ നിങ്ങൾ, എല്ലാ ഭാഗത്തും ബലക്ഷയം ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇന്നലെ ഈ രാത്രി ആയതുകൊണ്ട് ഇത് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മള് അവരെന്നെ സഹായിക്കേണ്ടൊക്കെ തിരക്കിലായിരുന്നു. നിങ്ങൾക്ക് നല്ല ഉചിതമായ ഒരു നഷ്ടപരിഹാരം നിങ്ങൾക്ക് നൽകേണ്ടതാണ്. അതെ, അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെന്ത് ചെയ്യും? ഇത് കണ്ടു, ഇവിടെയൊക്കെ ഇതെല്ലാം പറ്റിയിട്ടുള്ളതാണ്. നമ്മളിവിടെ അടിച്ച് ക്ലീൻ ചെയ്തായിരുന്നു. ഇവിടെ ബ്ലഡിന്റെ ഫുൾ ബ്ലഡ് ആയിരുന്നു എന്റെ മോളുടെ കാലുമെന്ന് പോയിട്ടുള്ളത്. ഇതിനൊക്കെ ആര് ഉത്തരവാദിത്വം പറയും? ബഹുമാനപ്പെട്ട ആൾക്കാരാണ് ഇവർക്ക് ലൈസൻസ് എല്ലാം കൊടുത്തത്, അല്ലേ? ഞാൻ പറയുന്നത് ശരിയാണല്ലോ, അല്ലേ? അപ്പൊ അവര് അതിനൊരു ഉചിതമായ തീരുമാനം എടുത്ത് നമുക്ക് എന്താണെങ്കിൽ ചെയ്തു തരണം. തന്നെയാണ് ഇതിനൊരു പരിശോധന നടത്തണമല്ലോ. ഇത് വാസയോഗ്യമാണോ? അതെ, അതൊരു അത് വേണം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് ബലക്ഷയുണ്ട്. നാളെ എന്തെങ്കിലും ഒരു പ്രശ്നത്തിൽ ഇത് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ എന്റെ വീടിന് മാത്രല്ല, ഞാൻ പറയണ എല്ലാ വീടുകൾക്കും, ഇതിനേക്കാളും കൂടുതൽ നിയർ ബൈ അവിടുന്ന് ഞങ്ങൾക്ക് ഇവിടുന്ന് 200 മീറ്റർ ആണ്. അപ്പൊ 100 മീറ്ററിലെല്ലാം വീടുകളുണ്ട്. അപ്പൊ ആ വീടെല്ലാം പോയി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും. നമ്മളെക്കാൾ കൂടുതൽ അവർക്ക് സംഭവിച്ചിട്ടുണ്ട്, എല്ലാവർക്കും സംഭവിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും ഉചിതമായ ഒരു തീരുമാനം ഇതിന് വേണം തന്നെയാണ്. തീർച്ചയായിട്ടും ഈ നിഖിൽ ചേട്ടൻ പറയുന്നതിനകത്ത് വലിയ ഒരു വസ്തുതയുണ്ട്. നമുക്കറിയാം, ഈ കണ്ടോ, ഈ പാത്രത്തിലൊക്കെ ഇതിനകത്ത് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളൊക്കെ പറയുന്നത് ഇന്നലത്തെ ആ സ്ഫോടനത്തിൽ പൊട്ടിയ ഗ്ലാസിൻ്റെ അവശിഷ്ടങ്ങളാണ്. വീടിനകത്ത് നിന്ന് ക്ലീൻ ചെയ്ത് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഗ്ലാസ്സുകളുടെ ചില്ലുകളൊക്കെ തന്നെയാണ് ഈ പാത്രങ്ങളിലൊക്കെ കാണാൻ കഴിയുന്നത്. നമുക്ക് വലിയ നാശനഷ്ടമാണ് ഈ പരിസര പ്രദേശങ്ങളിൽ ഉണ്ടായിരിക്കുന്നത്. ഈ ഒരു സ്ഫോടനത്തെ തുടർന്ന് ഉണ്ടായിരിക്കുന്നത്. ഈ നാട്ടുകാരെ സംബന്ധിച്ചിടത്തോളം ആ നടുക്കം ഇപ്പോഴും മാറിയിട്ടില്ല. അതിനോടൊപ്പം തന്നെ അവർക്കുണ്ടായിരിക്കുന്ന നഷ്ടം എന്ന് പറയുന്നത് ഒരു വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ചാൽ മാത്രമേ ഇനി ഈ വീടിനകത്തൊക്കെ താമസിക്കാൻ കഴിയുമോ, വാസയോഗ്യമാണോ ഈ വീടുകൾ എന്നൊക്കെ പരിശോധിക്കുന്നതിനായി വിദഗ്ധ സംഘം തന്നെ വന്ന് നോക്കേണ്ടതായിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഇവർക്കൊക്കെ തന്നെ ഈ നാട്ടുകാരായ ആളുകൾക്ക്, നാശനഷ്ടം സംഭവിച്ച ആളുകൾക്ക് റവന്യൂ അധികാരികൾ, സർക്കാരും അർഹമായ ഒരു നഷ്ടപരിഹാരം നൽകണമെന്ന ഒരു ആവശ്യം കൂടിയാണ് ഈ പരിസരവാസികളായ ആളുകൾ മുന്നോട്ട് വയ്ക്കുന്നത്. അവരുടെ ഒരു ആശങ്കയാണ് അവരിവിടെ പ്രകടിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത്.